പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിലെ കീബോർഡ് കമാൻഡ്സിനെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ ട്രിക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. നോർമലി ഒരു ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്ത് വരുന്നത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് വന്നിരിക്കുന്നത് ലെഫ്റ്റ് അലൈൻഡ് ആണ്. എങ്ങനെയാണ് ലെഫ്റ്റ് അലൈൻഡ് ആണെന്ന് മനസ്സിലാക്കുക? ലെഫ്റ്റ് അലൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫിലെ എല്ലാ വരികളും ഇടതുഭാഗം മാർജിന് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, എന്നാൽ വലതുഭാഗം കയറി ഇറങ്ങി സിഗ്സാഗ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലെഫ്റ്റ് അലൈൻഡ്. അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മാർജിനുകൾക്കിടയിൽ ടെക്സ്റ്റ് ഒതുങ്ങി നിൽക്കുന്ന രീതിക്കാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സെൻറ്റർ അലൈൻ എന്ന് പറയില്ല, അതുകൊണ്ട് തന്നെ സെൻറ്റർ എന്ന് മാത്രം മതി. അതുപോലെ തന്നെ ജസ്റ്റിഫൈ എന്നുള്ളതിനും അലൈൻ എന്നുള്ള വാക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. ഓക്കെ, സെൻറ്റർ, ജസ്റ്റിഫൈ ആൻഡ് ഫോഴ്സ് ജസ്റ്റിഫൈ. അപ്പോൾ രണ്ടെണ്ണത്തിന് മാത്രമേ അലൈനുള്ളൂ. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലെഫ്റ്റിനും അലൈൻ ആൻഡ് റൈറ്റ് അലൈൻ. സെൻറ്റർ അത് തന്നെ ജസ്റ്റിഫൈ ആൻഡ് ഫോഴ്സ് ജസ്റ്റിഫൈ. ഹിയർ ഇനി റൈറ്റ് അലൈൻമെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോൾ പ്ലസ് ആർ. ലൊക്കേറ്റ് ചെയ്യുക, കൺട്രോൾ ആർ. ഇത് സെലക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് മാർജിനിൽ കറക്റ്റാണ്, ലെഫ്റ്റ് മാർജിനിൽ സിഗ്സാഗ് ആണ്. ഇത് രണ്ട് ഭാഗവും സിഗ്സാഗ് ആയിട്ട് രണ്ട് മാർജിനുകൾക്കിടയിൽ സെൻറ്റർ ഭാഗമായിട്ട് വരാനായിട്ടാണ് കൺട്രോൾ ഇ പ്രസ് ചെയ്യുക. കൺട്രോൾ ഇ, നോട്ട് സി ബട്ട് ഇ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും രണ്ട് അങ്ങോട്ടും കൊണ്ട് കയറി നിൽക്കുന്നതായിട്ട് മനസ്സിലാകും. ഇനിയും രണ്ട് ഭാഗവും രണ്ട് മാർജിനും അലൈൻഡ് പൊസിഷനിൽ വരുന്നതിനാണ് ജസ്റ്റിഫൈ ചെയ്യുക. കയറ്റിറക്കം ഇല്ലാത്തൊരവസ്ഥ ചെയ്യുക, അതിനാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ജെ പ്രസ് ചെയ്യുക, കൺട്രോൾ ജെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ട പോലെ ഈ ഭാഗവും കറക്റ്റായി ഈ ഭാഗവും കറക്റ്റായി. പക്ഷേ ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുമ്പോഴും അവസാനത്തെ വരി ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. ചില സന്ദർഭങ്ങളിൽ അത് ഏതാണ്ട് ഇവിടെ ഇത്രയും അറ്റെത്തിയിട്ടുണ്ടായിരിക്കുള്ളൂ കുറച്ച് ഭാഗം. അപ്പോൾ ഇത് കൂടി നമുക്ക് തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ലൈന് കൂടി ഇതിനെ മുട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോഴ്സ്ഡ് ജസ്റ്റിഫൈ ഉപയോഗിക്കാം. ഷിഫ്റ്റ് കൺട്രോൾ ലൊക്കേറ്റ് ചെയ്യുക, ഷിഫ്റ്റ് കൺട്രോൾ ജെ, സോ ദാറ്റ് ആ ലൈന് കൂടി കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടും. This is